ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോൾ ലെവലിംഗിലെ സീസൺ 2 എപ്പിസോഡ് 4 ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോ തുറന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ചെറിയ മോട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 64% ഓഫ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നത്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇമ്മൻസ് ചാനൽ പിന്നെ സ്പൈ എക്സ്പ്ലെയിൻ്റെ മലയാളം എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെക്കൗട്ട് ചെയ്യാം. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോൾ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ജീൻവോ ആ ഒരു ഡീമൺ കാസ്റ്റിൽ നിന്ന് വെളി വരികയാണ്. എലിക്സർ എൽഫിനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 2 സാധനം കിട്ടി. പക്ഷേ ഇനി ഒന്നും കൂടെ ഉണ്ട്. അത് ഡീമന്റെ പ്യൂർ ബ്ലഡ് ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്. പിന്നെ ഞാൻ ഈ ഗേറ്റിനെ തൊണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെവലപ്പ്. ഞാൻ എപ്പോഴും ഈ റാങ്ക് ആയിട്ട് ഇതുപോലെ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണില്ല. അപ്പോൾ ഒഫീഷ്യലി എന്റെ റാങ്ക് എല്ലാവർക്കും അറിയിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്ന് സംജിൻവോ അവിടെ പറയുക. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു സ്ഥലം കാണിക്കുകയാണ്. ഈ സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഹണ്ടേഴ്സ് റാങ്ക് ഔട്ട് വരുന്ന സ്ഥലമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ആധാർ കാർഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണ്ടേ. അതുപോലെ അവരുടെ റാങ്ക് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഉള്ള സ്ഥലമാണ്. അവിടെ വൈറ്റ് ടൈഗർ ഗിൽഡിനകത്ത് ലീഡറിന് ശേഷം ഇവൻ സി റാങ്ക് ആയിരിക്കും, ഇവൻ ഈ റാങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അസിസ്റ്റന്റ് ഒരുത്തരോട് നെട്ടുന്നുണ്ട്. അത് വേറെ അല്ല, ജീൻവോ തന്നെയാണ്. പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് വൈറ്റ് ടൈഗറുടെ ലീഡറെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ മാനേജ്മെന്റ് ഡിവിഷൻ ഡി എന്ന് വിളിക്കുകയാണ്. ഇവിടെ സങ് ജിൻവോ വന്നിട്ടുണ്ട് എന്ന് അസിസ്റ്റന്റ് ആ ഒരു ലീഡറിന്റെ അടുത്ത് പറയാണ്. ഓക്കെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ടൈഗറുടെ ലീഡർ പെട്ടെന്ന് വെപ്രാളത്തിൽ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ആ ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ജീൻവോനെ കാണിക്കുകയാണ്. അപ്പൊ ജീവന്റെ അടുത്തിരിക്കുന്ന ആൾ അഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട മറ്റേ ആള് ആ ഒരാളോട് ചോദിക്കുകയാണ്, താങ്കൾ അത് എത്ര പേടിച്ചിരിക്കുന്നത്. അപ്പൊ അയാൾ റിപ്ലൈ കൊടുക്കുകയാണ്, അണ്ടറായി തന്നെ ഓരോ പൈസ ശേഖരിക്കാൻ വേണ്ടിയാണ്, പക്ഷേ എന്റെ പെണ്ണ് എന്നിട്ടിട്ട് പോയി, അതുകൊണ്ട് തന്നെ എന്റെ റാങ്ക് എനിക്ക് ലെവലപ്പ് ചെയ്യണം. അപ്പോഴാണ് മറ്റേ ആൾ പറയുന്നത്, താങ്കൾ സമാധാനപ്പെടൂ, താങ്കളുടെ റാങ്ക് ഡി റാങ്ക് ആണെങ്കിൽ താങ്കൾ ഇട്ടിട്ട് പോയ പെൺകുട്ടി താങ്കൾ തന്നെ വീണ്ടും വരുന്നതായിരിക്കും. താങ്കളുടെ റാങ്ക് ഈ റാങ്ക് ഒന്നും അല്ലല്ലോ. ഈ റാങ്ക് ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ തന്നെ വളരെ പാടാണ്. അപ്പോഴെങ്കിൽ സംജിൻവോ അവിടെ നിന്ന് ചിരിക്കുകയാണ്, എന്ത് ജീവിക്കാൻ പാടാണോ. അപ്പൊ അവിടെ ജീൻവോന്റെ പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് പറയാണ് ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ബ്ലാക്ക് സംഭവത്തോട്ട് കൈ വെക്കാൻ വേണ്ടി. ജീൻവോ ആ ബ്ലാക്ക് ബോർഡിലോട്ട് കൈ വെക്കുന്നുണ്ട്. അപ്പോഴെങ്കിൽ അസിസ്റ്റന്റ് കുറെ നോക്കുമ്പോൾ അവിടെ എറർ വരികയാണ്. എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും, താങ്കൾ ഒന്നുകൂടെ കൈ വെക്കൂ ജീൻവോ എന്ന് പറഞ്ഞിട്ട് ജീൻവോ ഒന്നുകൂടെ കൈ വെക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ പെൺകുട്ടി നോക്കുമ്പോൾ അവിടെ വീണ്ടും എറർ വരികയാണ്. അപ്പോഴെങ്കിൽ അവിടെ ഡയറക്ടർ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഡയറക്ടറോട് നോക്കിയാണ്. അപ്പൊ ഡയറക്ടർ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇത് മിഷ്യന്റെ എറർ ഒന്നുമല്ല, ഇത് മിഷ്യന്റെ മാജിക് സ്ട്രെങ്തിനെ കാട്ടിൽ ഏറ്റവും സ്ട്രെങ്ത് ഇയർക്കുണ്ട്. ഇവരാണ് നമ്മളെ കൺട്രിയിലെത്ത 10th S റാങ്ക് ഹണ്ടർ. അങ്ങനെ ജീൻവോ ഒഫീഷ്യലി ഇപ്പൊ S റാങ്ക് ഹണ്ടർ ആയിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ജിൻജിനോനെയും ചോയിനെയും കാണിക്കുകയാണ്. ആ ഒരു വിൻഡ് ആൻസിനെ പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്യാറുണ്ടോ? അപ്പോഴെങ്കിൽ ജിൻജിനോ പറയാണ്, ഇപ്പോഴും റിസർച്ച് ചെയ്യാറുണ്ട്, പോസ്റ്റ്മോർട്ടം വരെ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, അതിന്റെ മോണോറിസിഡസ് സ്പെസിഫിക് ആയിട്ടും ഒരേപോലെയാണോ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ജിൻജിനോ ജോയിനോട് പറയാണ്. അപ്പൊ ജിൻജിനോ ജോയിനോട് ചോദിക്കുകയാണ്, ഞാൻ ആ റെഡ് ഗേറ്റ് ഇൻസിഡന്റിനെ പറ്റി കേട്ടല്ലോ, അപ്പൊ അതിൽ വൈറ്റ് ടൈഗറിലെ മെമ്പർ അല്ലാത്ത ഒരാൾ പോയതിനു ശേഷം ബോസിനെ ഡിഫീറ്റ് ചെയ്തതിന് ഞാൻ കേട്ടല്ലോ, അത് സത്യമാണോ? ആ ബോസിനെ ഡിഫീറ്റ് ചെയ്തത് ആരാണ് എന്ന് ജിൻജിനോട് ചോദിക്കുകയാണ്. ഞാനവിടെ ഉണ്ടായിരുന്നതൊക്കെ സത്യം തന്നെയാണ്, പക്ഷെ അവിടെ എന്ത് നടന്നെന്ന് എനിക്കറിയില്ല. കാര്യം അവിടെ അത്ര നേരം നിന്നില്ലായിരുന്നു ആ റെഡ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റി അധികമായിട്ട് ഒന്നും അറിയില്ല. അപ്പൊ അവിടെ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ജിൻജിനോ പറയുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ചോയും കൂടെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു അസോസിയേഷൻ കാണിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നെട്ടുകയാണ്, എന്ത് ഇവന്റെ മാജിക് പവർ ആ ഒരു മിഷനെ സ്ട്രെങ്ത് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സ്ട്രാ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് അത് ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് എന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ജിൻവോനെ പറ്റി. നിങ്ങളുടെ ഹണ്ടർ ലൈസൻസ് ഓണം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ജീവനോട് അവിടെ ഇരിക്കുന്ന അസിസ്റ്റന്റ് പറയാണ്. അപ്പൊ അവിടെ ചോ വരികയാണ്. അപ്പൊ ചോയിനെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നെട്ടുകയാണ്. ഇവനെ കണ്ട ജീൻവോ അവന്റെ മനസ്സിൽ പറയാണ്, ഇവനാണ് ഫയർ ടൈപ്പ് ഹണ്ടറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. ഇവന്റെ നിക് നെയിം അൾട്ടിമേറ്റ് ഹണ്ടർ എന്നാണ്. ഇവൻ കാരണമാണ് എനിക്കുള്ള നിക് നെയിമും കിട്ടിയിട്ടുള്ളത്. അപ്പോഴെങ്കിൽ ചോ ആണ് അതിനു ശേഷം പറയാണ്, ഞാനാണ് ഹണ്ടർ ഗിൽഡിലത്തെ റെപ്രസെന്റേറ്റീവ്, എന്റെ പേര് ചോയിൻ, അപ്പം എന്റെ ഗിൽഡ് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോഴെങ്കിൽ ജിൻവോ പറയാണ് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്യാൻ അവിടെ പോവുകയാണ്. എന്ത് ചോയിന് വരെ ഇഗ്നോർ ചെയ്തു, ഇവൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ആൾക്കാരൊക്കെ ജിൻവോനെ പറ്റി പറയാണ്. അപ്പോഴെങ്കിൽ അസിസ്റ്റന്റ് ചോയിനോട് പറയാണ്, അവൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നു, അത് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പോഴെങ്കിൽ ചോയിൻ പറയാണ്, അവന്റെ അഹങ്കാരം കണ്ടിട്ട് അവൻ S റാങ്ക് ഹണ്ടറാണ് എന്ന് ചോയിൻ അസിസ്റ്റന്റിനോട് പറയാണ്. അപ്പോഴെങ്കിൽ അവിടെ വൈറ്റ് ടൈഗർ ഗിൽഡത്തെ ലീഡർ ഓടി വരികയാണ്. ഇത് കണ്ട ചോയിൻ പറയാണ്, വൈറ്റ് ടൈഗർ ഗിൽഡ് ഇവിടെ നിന്ന് അടുത്തല്ലോ, വളരെ ദൂരെയല്ലേ, എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ ഓടി വന്നു. അതിനർത്ഥം ജീൻവോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് എന്ന് വെച്ചാൽ ജീൻവോ ആയിരിക്കണം ആ റെഡ് ഗേറ്റ് ഇൻസിഡന്റിലെ മെയിൻ കാരണം. അപ്പൊ ഇവനാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ ചോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട വൈറ്റ് ടൈഗർ ഗിൽഡത്തെ ലീഡർ പറയാണ്, യോ വരെ ഇവിടെ എത്തിയോ? അവിടെ നിന്ന് കട്ടിയത് രാത്രി ഇപ്പൊ ജീൻവോ അവന്റെ അമ്മേനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വന്നിരിക്കുകയാണ്. അമ്മയെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ മതി, അതിനുശേഷം അമ്മേനെ ഫുള്ളി ക്യൂർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ജീൻവോ അവന്റെ ആ ഒരു വാർഡിൽ നിന്നും ഇറങ്ങിയാണ്. അപ്പോഴെങ്കിൽ റൂമിന് വെളിയിൽ ജിൻജിനോ നിൽക്കുകയാണ്. എനിക്ക് നിന്നെ പറ്റി തെറ്റിപ്പോയി, കാരണം എന്താ വെച്ചാൽ എന്റെ ആൾക്കാരാണ് സർവൈലൻസ് ഡിവിഷനിൽ ലോ ബ്രേക്ക് ചെയ്ത ഹണ്ടേഴ്സിനെ നോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് ആൾക്കാരെ സിംപ്ലായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ അതിലെനിക്ക് തെറ്റിപ്പോയി. നീ ഒരു ക്രിമിനലായിട്ടാണ് മോണിറ്ററേറ്റ് ഉണ്ടായിരുന്നത്, പക്ഷേ നമ്മുടെ സർവൈലൻസ് ഡിവിഷനാണ് ഹണ്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് S റാങ്ക് ഹണ്ടേഴ്സിന്റെ ഫ്രണ്ടിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ജിൻജിനോ പറയാണ്. ഞാനാണ് ഹണ്ടർ അസോസിയേഷനിലത്തെ പ്രസിഡന്റ്, എന്റെ പേര് ഗോ ഗുഡ് ഹി. ഫസ്റ്റ് ഓഫ് ഓൾ നീ S റാങ്ക് ഹണ്ടർ ആയ കൺഗ്രാചുലേഷൻസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെസ്റ്റിംഗ് ഒക്കെ വെറും വേസ്റ്റ് ആണ്, പക്ഷേ നിന്നെ പോലത്തെ വളരെ കൂടിയ
ഹണ്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ഒക്കെ വെച്ചേക്കുന്നത്. എന്റെ ഗിൽഡ് വലിയ ഗിൽഡ് തന്നെയാണ്, പക്ഷെ എന്റെ ഗിൽഡിലും വലിയ പവറുള്ള ആൾക്കാരൊന്നും അധികം ഇല്ല. എല്ലാവരും പണത്തിനും സ്റ്റാറ്റസിനും വേണ്ടി വേറെ വേറെ ഗിൽഡിലോട്ട് സെലക്ട് ആവുകയാണ്, അല്ലാതെ നമ്മളെ ഗിൽഡിലോട്ട് ആരും സെലക്ട് ആവാറില്ല. എന്റെ ഗിൽഡത്ത് ഏറ്റവും പവറുള്ള മെമ്പർ ആരാന്ന് വെച്ചാൽ അത് ജിൻജിനോ, പക്ഷെ അവന്റെ റാങ്ക് A ആണ്. അപ്പൊ ജീൻവോ, ഞാൻ പോയിന്റിലോട്ട് വരാം. ജീൻവോ, ഞാൻ അവിടെ വന്ന എന്താ വെച്ചാൽ നീ എന്റെ ഗിൽഡിലോട്ട് ചേരണം. നിന്നെ പോലത്തെ പവർഫുൾ ആയിട്ടുള്ള ആൾ എന്റെ ഗിൽഡിലോട്ട് വേണം. എന്റെ ഗിൽഡിലത്ത് ഏറ്റവും ഹയർ പൊസിഷൻ തന്നെ നിനക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ ഈ ഹണ്ടിങ് വേൾഡ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഒന്നുമല്ല, അത് ഹണ്ടേഴ്സ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഹണ്ടേഴ്സ് ആണ് ഈ ഒരു ആൾക്കാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡഞ്ചൽസിൽ നിന്നൊക്കെ. ടോപ്പിൽ നിൽക്കുന്ന 5 ഗിൽഡാണ്, 5 ഗിൽഡും ബാലൻസ്ഡ് ആണ്. പക്ഷെ നീ ഇപ്പം ഏതെങ്കിലും ഒരു ഗിൽഡിലോട്ട് കയറുകയാണെങ്കിൽ ആ ബാലൻസ് ആയിട്ടും ഒരു ഗിൽഡ് ഫസ്റ്റ് വരുന്നതായിരിക്കും. സോ ജീൻവോ, താങ്കളുടെ ഗിൽഡിലോട്ട് ചേരുകയാണെങ്കിൽ 6th മോസ്റ്റ് പവർഫുൾ ഗിൽഡ് എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ല, എന്തുകൊണ്ടാണ് ഞാൻ എന്ന് ജീൻവോ അയാൾ ചോദിക്കണം. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് കാര്യം താങ്കൾക്ക് നല്ല പവർ ഉണ്ട്. അപ്പോഴേക്കും ജീൻവോനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ഞാനിപ്പം ഇയാളെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ജീവൻ തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. പിന്നെ മീഡിയൻ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യുള്ളൂ, അതോർത്ത് എനിക്ക് ഒട്ടും പേടിയില്ല. പിന്നെ ഇയാളാണ് ഈ ലോകത്തിൽ വെച്ച ഫസ്റ്റ് S റാങ്ക് ഹണ്ടർ. 80ാമത്തെ വയസ്സിലും ഇത്രയും ഫിസിക്കൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ ഒരു പ്രായത്തിലെ എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആണ്. ഒരു ഗിൽഡിലത്തെ ഹയർ പൊസിഷനൊക്കെ കിട്ടാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് എന്നും പറഞ്ഞ് ജീനോ മനസ്സിൽ വിചാരിച്ച ശേഷം പറയാണ് സോറി, ഇല്ല, ഇൻട്രസ്റ്റഡ് അല്ല. മിക്കവാറും ഇവനും പൈസയ്ക്ക് വേണ്ടിയായിരിക്കും ഓരോ ഗിൽഡും ചെയ്യാൻ നിൽക്കുന്നത് എന്ന് അവിടേക്ക് നാളെ ആലോചിക്കുകയാണ്. അപ്പോൾ ജീനോ പറയാണ് എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട് എന്ത് ഡഞ്ചൻസ് ആണോ, അല്ല മാജിക്കൽ ബീസ്റ്റ് ആണ്. അപ്പോഴേക്കും അയാൾ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നുണ്ട്. ഈ ഒരു ഫീലിംഗ് ഞാൻ അനുഭവിച്ചിട്ട് ഒരു 10 വർഷമാവോ, ഇല്ല ഒരു 20 അല്ല ഒരു 50 വർഷമായി കാണും. ഇതിനെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ജീൻവോ പറയുന്നുണ്ട് എന്റെ അനിയത്തി വീട്ടിൽ ഒറ്റയ്ക്കാണ്, സോ എനിക്ക് വീട്ടിലോട്ട് പോകണം എന്ന് പറഞ്ഞ് ജീൻവോ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ നടന്നു പോകുന്ന ജീൻവോനെ നോക്കിക്കോട്ട് ആ ഒരു പ്രസിഡന്റ് പറയാണ് ഞാൻ ഒരു ഹീലിംഗ് ഹണ്ടർ ആണെങ്കിൽ പോലും എന്റെ വോയിസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡ്രിങ്ക്സ് കുടിച്ചാലോ എന്ന് പ്രസിഡന്റ് ജിൻജോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻജോ പറയാണ് ഇല്ല സാർ, കുടിക്കാറില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇവൻ കുടിക്കോ എന്ന് ജീവനെ പറ്റി പ്രസിഡന്റ് ചോദിക്കുകയാണ്. എന്റെ അമ്മേനെ എനിക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യണം, പക്ഷെ അതിനുവേണ്ടി എനിക്ക് ഇതുപോലെ ഐഡിൽ കളിച്ച് നടക്കാൻ പറ്റില്ല എന്ന് ജീനോ അവിടെ പറയാണ്. അവിടെ നിന്ന് കേട്ട് ഇതിപ്പോ വോങ്ഡോങ് സുങ്ങിനെ കാണിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവന്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും അവന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഓ ഡയറക്ടർ ഇപ്പൊ എന്തിനാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് വോങ്ഡോങ് സുങ് എന്ന് ഡയറക്ടറോട് ചോദിക്കണം. അപ്പൊ ഡയറക്ടർ പറയാണ് അത് പിന്നെ നിന്നെ അടിച്ചിട്ടത് ഒരു മാജിക്കൽ ബീസ്റ്റ് ആണെന്ന് കേട്ടല്ലോ, സത്യമാണോ? പിന്നെ അല്ലാണ്ട് എന്നെ അടിച്ചിടാൻ പറ്റിയ ഒരുത്തം പോലും ഈ ലോകത്തില്ല, പിന്നെ ഒരു മാജിക്കൽ ബീസ്റ്റിനോട് മാത്രമേ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ നീ ക്യൂർ ആയതിനു ശേഷം ഗിൽഡിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ വോങ്ഡോങ് സുങ് ആ ഡയറക്ടറോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ മാജിക്കൽ ബീസ്റ്റിനെ ട്രേസ് ചെയ്യാൻ പറ്റുമോ? അപ്പോഴേ ഡയറക്ടർ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. നിന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയതിനു ശേഷം പിന്നെ അവനെ ആരും കണ്ടിട്ടുമില്ല, പിന്നെ അവനെ ട്രേസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അവൻ ആരാന്ന് പോലും ആർക്കും അറിയില്ല, നിനക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോഴാണ് അവിടെ അവനെ പന്നിക്കിണന് ഫാൻ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുന്നത്. നീ ഇപ്പൊ എന്റെ അടുത്ത് കളിച്ചിരിക്കട്ടെ, പക്ഷെ എന്റെ ഫാമിലിക്ക് അടുത്ത് പോയിട്ട് പോലും നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നീ മരിച്ചാൽ പോലും എന്റെ അടുത്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ ഇത്രയ്ക്ക് അഹങ്കാരമാണോ? മരിച്ചാൽ പോലും അവൻ നിന്ന് രക്ഷപ്പെടില്ലെന്നാണോ? അവൻ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യണം, അതിനുവേണ്ടി എനിക്ക് കുറച്ച് കൂടുതൽ ആർട്ടിഫാക്റ്റ് വേണം. ഇപ്പൊ ജീൻവോ ആർട്ടിഫാക്റ്റ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നുണ്ട്. ആർട്ടിഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ആർമറിയാണ്. ഈ ആർമറി നമ്മുടെ മാജിക് സ്ട്രെങ്ത് ഡബിൾ ആക്കും. ആർട്ടിഫാക്റ്റ് ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് സാധനമാണ്, പക്ഷെ ഹണ്ടേഴ്സ് ആയിട്ടുള്ള ഏറ്റവും കൂടി ഹണ്ടേഴ്സിന് പോലും ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മുമ്പ് ഇത് വാങ്ങിക്കാൻ വളരെ പാടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് ഓൺലൈൻ വരെ അവൈലബിൾ ആണ് ഓർഡർ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി ആയത്? പക്ഷെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് ആ ഒരു ഡീമന്റെ കാസിലോട്ട് പോകാൻ പറ്റുള്ളൂ. എന്റെ ഇരിക്കുന്ന ഈ ഒരു ക്രിസ്റ്റലും എക്സ്ചേഞ്ച് ചെയ്തതിനു ശേഷം എന്തെങ്കിലും സാധനം വാങ്ങിയ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്രിസ്റ്റലിന്റെ പവറും സെയിം തന്നെയാണ്, മാജിക് പവേഴ്സ് ഡബിൾ ആക്കും. പക്ഷെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റൽ എനിക്ക് കിട്ടിയപ്പം ഞാൻ ഈ റാങ്ക് കണ്ടായിരുന്നു, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പോൾ അവന്റെ PC-യിൽ ഒരു നോട്ടിഫിക്കേഷൻ വരെയാണ് അവരുടെ ഗിൽഡോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അത്. എന്റെ ഗിൽഡോട്ട് റിക്രൂട്ട് ചെയ്യാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ചെയർമാനെയും പിന്നെ അസിസ്റ്റന്റിനെയും കാണിക്കുകയാണ്. അപ്പോഴേക്കും ചെയർമാൻ പറയുന്നുണ്ട് ഇവന്റെ രൂപം കണ്ടിട്ട് ഇൻവൈറ്റ് തോന്നുന്നില്ലല്ലോ, ഈ നിങ്ങൾക്ക് തെറ്റിയതാണോ? അപ്പോൾ ജിൻജിനോ പറയുന്നുണ്ട് ഇല്ല സാർ, എനിക്ക് തെറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ പ്രാവശ്യം ആശുപത്രി അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അനിയത്തിന്റെ ട്യൂഷൻ ഫീസ്, അനിയത്തിന്റെ സ്കൂൾ ഫീസ്, പിന്നെ അമ്പേന് ഹോസ്പിറ്റൽ ചെലവ്, ഇതെല്ലാം ഇവ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പൊ ഇവന് പൈസയ്ക്ക് നല്ല ആവശ്യമുണ്ടല്ലേ? അപ്പൊ ജിൻജിനോ പറയുന്നുണ്ട് ഇല്ല സാർ, എനിക്ക് അറിയില്ല, പക്ഷെ അവനിപ്പോ മൈനിങ് ടീമിന് കൂടെ പോയിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ജീൻവോനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജീൻവോ ആണെങ്കിൽ ആ മൈനിങ് ചെയ്ത ടീമിലത്തെ ലീഡറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലീഡർ അവരോട് ചോദിക്കുകയാണ് ഇതിന് മുമ്പ് നീ ജോലി ചെയ്തിട്ടുണ്ടോ? അപ്പോഴേക്കും ജീൻവോ പറയുന്നുണ്ട് ഇല്ല, ചെയ്തിട്ടില്ല. അപ്പൊ നീ ഫൈറ്റർ ഉണ്ടല്ലേ, അപ്പൊ നീ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കുമല്ലോ. എനിവേ നിന്റെ ഏജ് ഇരിക്കുന്ന നിന്റെ പ്രായമുള്ള കുറെ പേരുണ്ട്, അപ്പൊ അവരെ കയറ്റി മിങ്കിളായിട്ട് ജോലി ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജീൻവോ നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവൻ നിൽക്കുന്ന ഗെയിമിന്റെ അകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിട്ട് ആ ഒരു മോൺസ്റ്ററിനെ ആദ്യം കൊല്ലും. കൊന്നതിന് ശേഷം അറ്റാക്ക് ചെയ്ത ടീമൊക്കെ പുറത്തു വരും. അതിനുശേഷം നമ്മളൊക്കെ പോയതിനു ശേഷം ക്രിസ്റ്റൽസ് കളക്ട് ചെയ്യും. അതിനുശേഷം മോൺസ്റ്ററിന്റെ ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ടീമും കൂടെ വരും. അങ്ങനെ 3 പാർട്ടായിട്ട് ഈ ഒരു ടീം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചോയിനെ കാണിക്കുകയാണ്. അപ്പൊ ചോയിൻ പറയാണ് നിങ്ങൾക്ക് ജസ്റ്റ് റെസ്റ്റ് ചെയ്തോ, ഞാൻ ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ മാജിക്കൽ പവർ യൂസ് ചെയ്തതിനു ശേഷം അവിടെ മോൺസ്റ്റേഴ്സ് ഇങ്ങനെ കത്തി എരിക്കുകയാണ്. ആരും അധികമായിട്ട് പൊള്ളിച്ചിനെ വേവിച്ചിട്ടില്ല, കാര്യം മോൺസ്റ്റേഴ്സിന്റെ ബോഡി പിന്നെ ആവശ്യമുണ്ട്. പിന്നെ ഇവരാരും പോയിട്ട് ആ ഒരു ബോസിനെ ഡിഫീറ്റ് ചെയ്തില്ല.
അതിന് അസോൾട്ട് ടീം ആ ഒരു മോൺസ്റ്റേഴ്സിനൊക്കെ വേവിച്ച് കൊന്നതിന് ശേഷം ആ ഒരു ബോസിന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ ജീൻവോ അവൻ്റെ മനസ്സിൽ പറയാണ്, ഇന്നലെ അവനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. കാര്യം ഇവന്റെ ഓറ വളരെ അധികമാണ്. എ റാങ്ക് ആൻഡിൽ നിന്നും ആർക്കും ഒന്നും പറ്റാതെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഇവരാണ് അണ്ടർ ഗിൽഡിലത്തെ വൈസ് ഗിൽഡ് മാസ്റ്റർ. പിന്നെ ഇവരാണ് ഈ കൺട്രിയിലത്തെ 9th റാങ്ക് ഹണ്ടർ. പിന്നെ ലോകത്തിൽ കുറച്ചുപേർക്ക് മാത്രമേ ഇവരോട് പോലത്തെ ഓറ ഉള്ളൂ. പിന്നെ ഇവള് ഡാൻസർ ഷൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പെൺകുട്ടിയെ പറയാണ്. അപ്പൊ ആ പെൺകുട്ടി അവിടെ നോക്കുമ്പോൾ ഹീറോ കാണുന്നില്ല. കാര്യം അവർക്ക് ഹീറോന്റെ ഓറ അവർക്ക് സെൻസ് ചെയ്യാണ്. ഞാൻ വിചാരിച്ചു ഗിൽഡ് മാസ്റ്ററിന്റെ ആ ഒരു ഓറ ആയിരിക്കും. പക്ഷേ ഗിൽഡ് മാസ്റ്ററിന്റെ ഓറ അല്ലല്ലോ. പെട്ടെന്ന് ഇവിടുന്ന് മറിഞ്ഞു പോയല്ലോ, ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ എന്ന് അവൾ ആലോചിക്കുകയാണ്. അപ്പോൾ ജീൻവോ അവന്റെ മനസ്സിൽ പറയാണ്, ഇവക്കൊരു കഴിവുണ്ട്, ഇവക്ക് എല്ലാവരും ഓറ സെൻസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അസോൾട്ട് ടീം വെളി വന്നുകൊണ്ട് തന്നെ അടുത്ത മൈനിങ് ടീം അകത്തോട്ട് പോകണം ആ ഒരു ക്രിസ്റ്റൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഭാഗത്ത് നിന്നാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഓറ ഫീൽ ചെയ്യുന്നത്. അത് ആ വലിയ മോൺസ്റ്ററിനെ പറ്റി, ആ ഒരു ബോസിനെ പറ്റി. ഞാൻ കൊന്ന മോൺസ്റ്ററിനെ കാട്ടിൽ ഏറ്റവും പവർഫുൾ ആണല്ലോ. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഇവൻ ഒരു ഈ റാങ്ക് ഹണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും അവനെ പറ്റി എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട, അവരെ മൈൻഡുകൾ ചെയ്യണ്ട. കാരണം ഈ ഒരു ദിവസം മാത്രമേ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വരാൻ പോലും പോകുന്നില്ല. അതിന് സംജിൻവോ ഫ്രണ്ടിലോട് നടന്നു പോകുമ്പോൾ അറിയാത്ത ഒരുത്തരുടെ അത് തട്ടുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താ അവർക്ക് കണ്ണില്ല? അപ്പോൾ സംജിൻവോ ജസ്റ്റ് നോക്കുന്നുണ്ട്. അവന്റെ ഓറയെ തന്നെ മറ്റോ പേടിച്ചിട്ട് പറയും, ഇല്ല സാർ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജീൻവോ അവിടെ അവരെ കോടാലി വെച്ചിട്ട് അവിടുത്തെ ക്രിസ്റ്റൽസ് ഒക്കെ പൊളിക്കുന്നുണ്ട്. ഇത് കണ്ട് ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്, അവൻ ശരിക്കും ഈ റാങ്ക് തന്നെയാണോ? കാര്യം അത്രയും സ്ട്രോങ് ആയിട്ടാണ്, ഭയങ്കര സ്റ്റാമിന അത്രയും ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ലഞ്ച് ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഒരു എംപ്ലോയി സംജിനോട് വിളിക്കുന്നുണ്ട്, ലഞ്ച് ബ്രേക്ക് ആയി ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ സംജിനോ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്, ഞാൻ ടയേർഡ് ആയിട്ടില്ല. അവരെല്ലാം അവിടെ നിന്ന് പോയിന്ന് കൺഫേം ചെയ്ത് ജീൻവോ അവന്റെ കോടലി താഴെയിട്ടതിന് ശേഷം എനിക്ക് കൃത്യം 1.5 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്ന ആ ഒരു ഗേന്റെ ഫ്രണ്ടിലോട്ട് ഓടി പോവുകയാണ്. എന്റെ മനസ്സ് ഇത് ചെയ്യേണ്ടെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ ഹണ്ടേഴ്സ് ഗിൽഡിന് ഏറ്റവും വലിയ നഷ്ടമാണോ? പക്ഷെ കുറച്ചെങ്കിലും എനിക്ക് ചെയ്താലേ പറ്റുള്ളൂ. പെട്ടെന്ന് സംജിനോയുടെ പിറകിൽ ആ മറ്റേ പെൺകുട്ടി വരികയാണ്, ചായൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹേ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ വെച്ച് സീസൺ 2 എപ്പിസോഡ് 4 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സോൾ ലെവലിംഗിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.